നമസ്കാരം. നമസ്തേ. കേരളത്തിൽ ഇലക്ഷൻ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ആസാമിലും പുതുച്ചേരിയിലും കഴിഞ്ഞിരിക്കുകയാണ്. ഈ മൂന്ന് സ്ഥലത്തും വലിയ പോളിംഗ് ആണ് നടന്നിരിക്കുന്നത്. SIRന് ശേഷം നടക്കുന്ന ആദ്യത്തെ ഇലക്ഷനാണ്. മൊത്തം വോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞ വോട്ടാണ് നടന്നതെങ്കിലും പോളിംഗ് ശതമാനം നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ റിസൾട്ട് ഉണ്ടാകാൻ പോകുന്നത്? ഇലക്ഷൻ ഈ താങ്കളുടെ ഇതിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള പഠനത്തിൽ എന്താണ് താങ്കൾക്ക് മനസ്സിലായിട്ടുള്ളത്? പ്രഥമദൃഷ്ട്യാ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള ഭരണകൂടത്തിനെതിരെ, അതായത് പിണറായി സർക്കാരിനെതിരെയുള്ള ജനവികാരത്തിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഇന്നലെ ഇലക്ഷനിൽ കണ്ടതെന്നാണ്. തീർച്ചയായിട്ടും അത് UDFന് അനുകൂലമായിട്ടുള്ള ഒരു അടിയൊഴുക്ക് പലയിടത്തും ഉണ്ടെന്നുള്ള ഒരു സൂചനയാണ് എനിക്ക് ലഭിക്കുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും ആൾക്കാരുമായിട്ട് സംസാരിച്ചു, വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ആയിട്ടുള്ള പ്രവർത്തകരുമായിട്ട് സംസാരിച്ചു, അതുപോലെ പത്രപ്രവർത്തകരുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു ഭരണത്തിനെതിരെ ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. പിന്നെ അത് ആദ്യഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു UDF കഷ്ടിച്ച് ജയിക്കും എന്നുള്ള, അല്ലെങ്കിൽ ഒരു 80-75 മുതൽ 82 സീറ്റൊക്കെയാണ് പലരും പറഞ്ഞതെങ്കിൽ കുറച്ചുകൂടെ കംഫർട്ടബിൾ മെജോറിറ്റി UDFന് കിട്ടും എന്നുള്ള ഒരു സൂചനയാണ് ഞാൻ ഇന്നലെ കാണുന്നത്. അപ്പോൾ ഉയർന്ന വോട്ടിംഗ് നിലവാരം, അതില് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പലപ്പോഴും ഒരുപാട് അതായത് മരിച്ചവരുടെ പേരുകള്, സ്ഥലത്തില്ലാത്തവരുടെ പേരുകള്, ഇരട്ട വോട്ടുകള്, ഇതൊക്കെയുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് അതൊക്കെ മാറ്റിയ ചരിത്രം നോക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ്. അത് ഈ കഴിഞ്ഞ ഇലക്ഷൻ അല്ല, അതിന് മുമ്പത്തെ ഇലക്ഷനിൽ 2019 ഇലക്ഷനിൽ, ലോക്സഭാ ഇലക്ഷനിൽ, അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശാണ് മുൻകൈ എടുത്തിട്ട് ഈ ഡബിൾ വോട്ടുകൾ ധാരാളം ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. ആറ്റിങ്ങൽ സാധാരണ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. ഈ ഡബിൾ വോട്ടുകളും ഒരുപാട് ജീവിച്ചിരിപ്പില്ലാത്തവരുടെ വോട്ടുകൾ, അതുപോലെ മറ്റു രീതിയിലുള്ള മാനിപ്പുലേഷൻസ്, ഇതെല്ലാം മാറ്റി വലിയ രീതിയിൽ ആ വോട്ടർ പട്ടികയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അവരുടെ പേരുകൾ നീക്കം ചെയ്തു. ആ ഇലക്ഷനിൽ അടൂർ പ്രകാശ് ജയിച്ചു. അതിനു മുമ്പ് വരെ CPMനായിരുന്നു എപ്പോഴും ആറ്റിങ്ങൽ ലോക്സഭാ സീറ്റിൽ മേൽക്കൈ. അത് എനിക്ക് തോന്നുന്നു തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ സമ്പത്തായിരുന്നു അവിടുന്നുള്ള MP. അപ്പോൾ പലയിടത്തും ഈ വോട്ടിംഗ് ദിവസം കേരളത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ പണ്ടൊക്കെ ബീഹാറിൽ നടക്കുന്നത് പോലോ ഇപ്പം ബംഗാളി നടക്കുന്ന പോലെ ഒന്നുമുള്ള ഒരു വൻതോതിലുള്ള ഒരു തിരിമറി നടക്കുന്നു എന്ന് ഞാൻ പറയില്ല. പക്ഷേ നിർണായകമായ പല പ്രദേശങ്ങളിലും ഈ നിശബ്ദമായ ഭീഷണികളും അതുപോലുള്ള പല രീതിയിലും ഈ വോട്ടിംഗ് തടസ്സപ്പെടുത്തുന്നത് പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനൊരു ചെറിയ അനുഭവം പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പ്രദേശത്തുള്ള സ്ഥലം ഞാനിപ്പോൾ പറയുന്നില്ല, ഒരു ബൂത്തിലെ പത്രക്കാർക്ക് എല്ലാ ബൂത്തിലും കയറാനുള്ള ഇലക്ഷൻ കമ്മീഷന്റെ പാസ്സുണ്ട്. ആ പാസ്സുമായിട്ട് ഞങ്ങൾ ഒരു ബൂത്ത് സന്ദർശിക്കുന്നു. അപ്പോൾ ബൂത്ത് സന്ദർശിക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ഔട്ടർ ലെയർ റിങ് ഇട്ടിരിക്കുന്നത് CRPF ആണ്. ഉള്ളിൽ ബൂത്തിന്റെ മതിൽക്കെട്ടിൽ ഒരു സ്കൂളാണ്. സ്കൂളിന്റെ മതിൽക്കെട്ടിനുള്ളിൽ കേരള പോലീസുമാണ്. അപ്പോൾ പുറത്ത് നിൽക്കുന്നത് CRPFകാരാണ്. സാധാരണ അവരെല്ലാം നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷെ ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഞങ്ങൾ പത്രക്കാരാണ്, കാരണം ക്യാമറയൊക്കെ ഉള്ളവരെ എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടപ്പോൾ ഈ CRPFന്റെ ഒരാൾ വന്നു. അദ്ദേഹം എനിക്ക് തോന്നുന്നു അസിസ്റ്റന്റ് കമാൻഡർ റാങ്കിലുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹം ഞങ്ങളോടൊരു കാര്യം പറഞ്ഞു, ഇതിനുള്ളിൽ തിരിമറി നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് തടഞ്ഞുകൂടാ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ലോക്കൽ പോലീസിന്റെ ഒരു സഹായ അഭ്യർത്ഥന കിട്ടാതെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പക്ഷെ അകത്തുനിന്ന് പുറത്തേക്ക് വന്ന പലരും എന്നോട് പറയുന്നു, ഞാൻ നിസ്സഹായനാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന, അയാൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുമായിട്ട് ഈ ബൂത്തിൽ ഉള്ള CPMകാരാണ് അവിടെ ബൂത്തിൽ അതിക്രമം കാണിക്കുന്നത്. നിങ്ങളുമായിട്ട് ഈ ആൾക്കാർ സംഘർഷത്തിൽ വരികയും മാധ്യമപ്രവർത്തകരുമായിട്ട് അങ്ങനെ സംഘർഷത്തിൽ വരികയും അവിടെ ഒരു ബഹളം ഉണ്ടാവുകയും ചെയ്താൽ പിന്നെ എനിക്ക് ആരുടെ അനുവാദം ചോദിക്കണ്ട, ഞാൻ അകത്തേക്ക് കയറും. കാരണം സംഘർഷാവസ്ഥകളിൽ ഇടപെടാനുള്ള അധികാരം ഞങ്ങൾക്കുണ്ട്.
പക്ഷെ സമാധാനം നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് എനിക്ക് ഇടിച്ചു കയറാൻ പറ്റില്ല. നിങ്ങളുമായിട്ട് പ്രതിസന്ധി ഉണ്ടായാൽ ഞങ്ങൾ ഉടനകത്ത് കയറും. ശരിക്കും നടന്ന സംഭവം ആലപ്പുഴ ജില്ലയിലെ ഒരു ബൂത്താണ് അത്. ആ ഒരു പ്രത്യേക പ്രദേശത്ത് CPM-ന് വലിയ ആധിപത്യം ഒരു കാലത്ത്, പഴയ കാലത്തുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറുന്നു. അകത്ത് കയറി എല്ലാം പരിശോധിക്കുന്നു. അപ്പൊ ഞങ്ങൾ റിപ്പോർട്ടർമാരെ കണ്ടിട്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അപ്പൊ ഫോട്ടോ എടുക്കാനും ആയിട്ട് വീഡിയോഗ്രാഫർമാർ ചെല്ലുമ്പോൾ അവിടെ ചിലരെ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് അവിടുത്തെ അതിലിരുന്ന കോൺഗ്രസിന്റെ പോളിംഗ് ഏജന്റ് പരാതി പറഞ്ഞു. ഉടൻ തന്നെ പിന്നെ അവിടെ ഉള്ള ആൾക്കാരുടെയൊക്കെ വിഷ്വൽ എടുക്കാൻ തുടങ്ങി. ഉടൻ തന്നെ CPM-കാർ തടയാൻ തുടങ്ങി. ഞങ്ങൾ ഇടപെട്ടു. അവിടെ ഒരു സംഘർഷമായി. അപ്പോ പുറത്ത് നിന്ന CRPF-ന്റെ അസിസ്റ്റന്റ് കമാൻഡർ അദ്ദേഹത്തിന്റെ പിന്നെ ടീമുമായിട്ട് അകത്ത് കയറി ഇവരെയൊക്കെ നേരെ പൊക്കിയെടുത്ത് ആ ബൂത്തില് അന്ന് സമാധാനപരമായിട്ട് വോട്ടിംഗ് നടന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പഴയ കാലത്തും ഉണ്ടാവുമായിരുന്നു. അവിടെ പലപ്പോഴും ഇത് റെസിസ്റ്റ് ചെയ്യാൻ ആൾക്കാർ തയ്യാറാവാത്തത് നിശബ്ദമായ ഭീഷണികളിലൂടെ ആൾക്കാരെ കൈകാര്യം ചെയ്തു. അങ്ങനെയൊക്കെയാണ് പണ്ട് ഈ തെക്കൻ ജില്ലകളിൽ പലതിലും ഞാൻ എൻ്റെ ഒരു ഓർമ്മയിൽ ഉച്ചയ്ക്ക് ശേഷം ആൾക്കാർക്ക് വോട്ട് ചെയ്യാൻ പേടി വരും. കാരണം ഉച്ചയ്ക്ക് ശേഷം CPM ഇടത് സംഘടനകൾ അവിടെ സംഘർഷം ഉണ്ടാക്കുന്ന ഒരു പതിവുണ്ട്. ആ സംഘർഷം കാരണം അവർ വെറുതെ ചിലപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിട്ടായിരിക്കും ഒരു ചെറിയ സംഘർഷം സൃഷ്ടിക്കുന്നത്. അല്ലെങ്കിൽ റോഡിൽ അന്നൊക്കെ ഈ സോഡാ കുപ്പി എടുത്തിട്ട് റോഡിൽ എറിയുന്ന ഒരു പരിപാടിയുണ്ട്. ഇങ്ങനെ ചില സംഘർഷങ്ങൾ, ചെറിയ സംഘർഷങ്ങൾ സൃഷ്ടിക്കും. ആ സംഘർഷങ്ങൾ സൃഷ്ടിച്ച് UDF അനുഭാവികൾ വോട്ട് ചെയ്യാൻ വരാതെ ഇരിക്കും. പിന്നീട് കാലം കുറച്ച് മാറിയപ്പോൾ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രംഗപ്രവേശത്തോടുകൂടി അത് വേറെ ചില രീതിയിൽ സംഘർഷം മാറാൻ തുടങ്ങി. കാരണം അവരുടെ പോളിംഗ് ഏജന്റുമാര് കുറച്ചുകൂടെ ശക്തമായിട്ട് എതിർക്കാൻ തുടങ്ങി. പലയിടത്തും ഇത്തരം സംഘർഷങ്ങൾ തുടങ്ങിയാൽ അവരും സംഘടിച്ച് തിരിച്ച് എതിർക്കാൻ തുടങ്ങി. ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് കുറച്ചു മൊത്തത്തിലൊരു സമാധാനത്തിന്റെ ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് തെക്കൻ കേരളം എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇപ്പോഴത്തെ ഇലക്ഷനിലെ തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് 77%-ലധികമാണ്. ഞാൻ നോക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ ചരിത്രത്തിൽ ഈ 77 ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഒരുപക്ഷെ വിമോചന സമര കാലഘട്ടത്തിലെ 1960-ൽ നടന്ന ഇലക്ഷനിലോ അല്ലെങ്കിൽ മൊത്തത്തിൽ കേരളത്തിൽ 1987-ൽ 80%-ലധികം പോളിംഗ് ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. വിമോചന സമര കാലഘട്ടത്തിൽ 60-ലെ ഇലക്ഷനിൽ 85%-ലധികമായിരുന്നു പോളിംഗ്. ഇപ്പോ ഈ ഇലക്ഷനിൽ 77.05 എന്തോ ആണ് ഏറ്റവും ഒടുവിൽ ഞാൻ കണ്ട കണക്ക്. ഒരുപക്ഷെ അത് അല്പം കൂടെ മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കണക്കൊക്കെ കാണിക്കുന്നത് മൊത്തത്തിൽ CPM-നെതിരാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം ഇതുവരെ വോട്ട് ചെയ്യാതിരുന്നവരെ അല്ലെങ്കിൽ ഭീഷണികൾ എങ്ങും നടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ സമാധാനപരമായ ഒരു ഇലക്ഷൻ ആയിരുന്നു ഇന്നലെ നടന്നത്. അത് തെറ്റാണ്. പലപ്പോഴും അത് തെറ്റാണ്. അല്ല എന്താണ് അത് പറയാൻ കാര്യം? ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഈ ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ താമസിക്കുന്ന സ്ഥലത്തെ ബൂത്ത് ഏജന്റായി ഇരുന്ന UDF-ന്റെ ആള് അയാൾക്ക് അവിടെ നേരിട്ട് ബോധ്യപ്പെടുകയാണ് ഏകദേശം 20ഓളം പേർ കള്ളവോട്ട് ചെയ്യുന്നു എന്നുള്ളത്. പക്ഷേ അയാൾക്ക് ഭീഷണി വന്നിരുന്നു. എന്തെങ്കിലും തരത്തിൽ ശബ്ദിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറി വെട്ടും എന്ന് കൃത്യമായി അദ്ദേഹത്തിന് ഭീഷണി വന്നിരുന്നു. ഞാൻ സംസാരിച്ചിരുന്നു. ഇതേപോലെ നമ്മുടെ ഒരു ലേഖകൻ്റെ വോട്ട് നേരത്തെ ചെയ്തിരുന്നു. അദ്ദേഹം അടുത്തുമായി വോട്ട് ചെയ്തിരുന്നു. എന്നിട്ട് ടെൻഡർ വോട്ടാണ് ചെയ്തത്. എന്നിട്ട് അതിനുശേഷം CPM-ൻ്റെ ആൾക്കാർ വിളിച്ച് പറഞ്ഞു, വീട്ടിൽ ഞങ്ങൾ എന്തെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ, പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ വീട്ടിൽ ഇതാക്കുന്നുള്ളത്. അപ്പം ഇന്നലെ ഈ കണ്ണൂരിൽ വളരെ പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ നടന്ന കാര്യമാണ് എൻ്റെ കയ്യിലുള്ള തെളിവ് സഹിതമാണുള്ളത്. ഇതുപോലെ കണ്ണൂർ വടകര ഏരിയയിൽ CPM-ൻ്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ വ്യാപകമായ രൂപത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഇന്നലെ ഉണ്ടായിരുന്ന സംഭവത്തിൻ്റെ ഭാഗമാണ് പയ്യന്നൂരിൽ കുഞ്ഞികൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട ഒരു അനുയായിട്ടുള്ള ആളെ വീട്ടിൽ കാറ് കത്തിക്കുകയും ആൾ വീടടിച്ച് തകർക്കുകയൊക്കെ ചെയ്തുള്ള സംഭവം. വ്യാപകമായ രൂപത്തിൽ വ്യാജ കാർഡ് ഉണ്ടാക്കി ആയിട്ടാണ് അവിടുത്തെ പോലീസിൻ്റെ സഹായത്തോടെ, ബൂത്തിനുള്ളിൽ പോലീസിൻ്റെ സഹായത്തോടു കൂടി അവരുടെ ഏജന്റുമാരാണ്, കൃത്യം CPM-ൻ്റെ ആൾക്കാരാണ് അവിടേക്ക് ഇരിക്കുന്നത്, കൃത്യമായിട്ട് ഓപ്പറേഷൻ നടന്നിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് പഴയ കാലത്ത് കേരളത്തില് ഈ ഇലക്ഷന്റെ ദിവസം വ്യാപകമായ സംഘർഷങ്ങളിൽ ചിലപ്പോ നിരവധി ആൾക്കാർ, അതായത് 40-50 ആൾക്കാരൊക്കെ പരിക്കേൽക്കുന്ന രീതിയിലുള്ള ഒരു വലിയ
ഒരു പിന്നെ സംഘർഷമൊന്നും നടന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇല്ല അങ്ങ് ഇല്ല പറഞ്ഞത് ശരിയാണ്. ഉം. പയ്യന്നൂര് അല്ലെങ്കിൽ ധർമ്മടം ഇവിടെയൊക്കെ ഇത് ഈ കൊലപാതകങ്ങൾ നടന്നില്ലല്ലോ എന്നാണ് ഞാൻ പലപ്പോഴും അത് അത് ചിന്തിക്കുന്നത്. അത് കാരണം സത്യം. ഉം. അത് സത്യം. കാരണം ഈ പഴയകാല ചരിത്രം നോക്കുമ്പോൾ നമ്മൾ മട്ടന്നൂരോ പിന്നെ പയ്യന്നൂര് കൂത്തുപറമ്പ് അല്ല തളിപ്പറമ്പ് ഒക്കെ ഇലക്ഷനിൽ പല ബൂത്തുകളിലും എതിർ പാർട്ടിയുടെ ഏജന്റുമാർക്ക് ഇരിക്കാനുള്ള ഒരു ധൈര്യം പോലും ഇല്ല. പലപ്പോഴും പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആ പ്രദേശത്തു നിന്നും എതിർ പാർട്ടിക്കാരെ നിഷ്കാസിതമാക്കുക, അല്ലെങ്കിൽ പല സ്ഥലത്തേക്കും അവർക്ക് പ്രവേശനമില്ല. അതിൽ നിന്നൊക്കെ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്ന് CPM-ന്റെ ശക്തി ക്ഷയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അവര് പിന്നെ മാറുന്ന കാലത്തിനനുസരിച്ച് കൂടുതൽ എന്താണ് സിവിലൈസ്ഡ് ആയി സാംസ്കാരികമായിട്ട് അല്ലെങ്കിൽ കൂടുതൽ ജനാധിപത്യ ബോധം ഉണ്ടായി എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഉം. അവർക്ക് ഈ മാറുന്ന കാലത്തിൽ അവർക്ക് ഇത് നടത്താനുള്ള ബൂത്ത് ലെവൽ മാനിപ്പുലേഷൻസ് നടത്താനുള്ള ഒരു ശേഷി ഉം. അവർക്ക് പഴയതുപോലെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് പലയിടത്തും പലതരത്തിൽ ഈ 1990-കൾക്ക് ശേഷം ഈ കേന്ദ്ര സേനകളൊക്കെ വരാൻ തുടങ്ങി. പലയിടത്തും പല പിന്നെ തരത്തിലുള്ള പിന്നെ ഇപ്പം റെയിൽവേ പോലീസ് വരും, CRPF വരും. എനിക്ക് തോന്നുന്നു ആലപ്പുഴ ജില്ലയിലൊക്കെ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസിനെയാണ് വിന്യസിച്ചിരുന്നത്. അതിന്റെ കാരണം ഈ നൂർനാട് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവരുടെ ഒരു ക്യാമ്പുണ്ട് ആലപ്പുഴ ജില്ലയിലെ ഉം. ITBP-യുടെ. അപ്പോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാര് അവര് പലപ്പോഴും ഈ അത് ഞാൻ പറയാൻ കാര്യം, ഈ ഇലക്ഷന്റെ പിന്നെ കൊട്ടിക്കലാശത്തിന്റെ ദിവസം ഹരിപ്പാട് നിയോജക മണ്ഡലത്തിൽ ഒരു സംഘർഷം ഉണ്ടായി. അതായത് 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും, അതായത് കോൺഗ്രസ്, CPM, BJP 3 പേർക്കും 3 സ്ഥലത്താണ് അവിടെ ഈ കൊട്ടിക്കലാശം നടത്താനുള്ള അനുവാദം കൊടുത്തത്. അത് കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകണമെന്നുള്ളതാണ്. പക്ഷെ CPM-കാര് അവരുടേത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് കോൺഗ്രസിന്റെ ഈ പിന്നെ കൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയും അതിനെ തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടായി. പക്ഷെ അവിടെ വിന്യസിച്ചിരുന്ന പോലീസ് ITBP ആയിരുന്നത് കൊണ്ട് അവർ മുഖം നോക്കാതെ അടിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ആ സംഘർഷം അവസാനിച്ചു. ഈ അപ്പൊ പറയുന്ന അങ്ങനെയുള്ള ഒരു മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ല ആ കണ്ണൂർ ഏരിയയിൽ ഇത്തവണയും വളരെ വ്യാപകമായ രൂപത്തിൽ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു പരിധിവരെ UDF അത്തരം കാര്യങ്ങൾ ഏറ്റുമുട്ടണ്ട എന്നുള്ള തീരുമാനം എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ഏറ്റുമുട്ടിയാൽ അവിടെ മൊത്തം പോൾ ചെയ്യുന്നത് തടസ്സപ്പെടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. നമ്മളിപ്പം താങ്കൾ പറഞ്ഞ പോലെ എറണാകുളത്ത് കഴിഞ്ഞ തവണ കൊച്ചിയിൽ 70.75% കഴിഞ്ഞ വർഷം പോളിംഗ് നടന്നെങ്കിൽ ഇപ്രാവശ്യം 80.35% പോളിംഗ് നടന്നെങ്കിൽ. തിരുവനന്തപുരത്ത് നമുക്കറിയാം എല്ലാ കാലത്തും വളരെ മോശമായിരിക്കും പോളിംഗ്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ 2011 60 2016 65.36 2021 62.99 ഇത്തവണ 74.67 അല്ല 77 അവസാന വിശകലനം. അല്ല അതും കൂടാം. അതിനർത്ഥം ഈ നഗരപ്രദേശങ്ങളിൽ സാധാരണ പ്രധാനപ്പെട്ട സിറ്റികൾ എറണാകുളം, തിരുവനന്തപുരം സിറ്റികളിലൊക്കെ വളരെ പോളിംഗ് കുറവായിരിക്കും. 60-62 അപ്പുറത്തേക്ക് പോവില്ല. ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത് അത്ഭുതകരമായിട്ട് ജനങ്ങൾ ഒന്നിച്ച് ഇറങ്ങി തിരിച്ചു എന്നുള്ളതാണ്. ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഇതുവരെ ഉണ്ടാവാത്തൊരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനൊരു കാരണമുണ്ട്. കാരണം എന്ന് പറയുന്നത് ഈ ഭരണപരമായ വലിയ വീഴ്ചകൾ അവിടെ ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവിടുത്തെ പല സർക്കാർ ഓഫീസുകൾ ഇപ്പം ഈ അധികം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതെ പോയ ഒരു സംഭവം, 2 സംഭവം ഞാൻ പറയാം. അതായത് സർക്കാരിന് പോലീസിന് മേലുള്ള പിടിവിട്ടു. തിരുവല്ലയിലെ പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗത്തിന്റെ ആ സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ, ഒരു പ്രൊബേഷണറി SI-യും മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനും, അതായത് എനിക്ക് തോന്നുന്നു സിവിൽ പോലീസ് ഓഫീസറോട് ചേർന്നിട്ട് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെ മർദ്ദിച്ചു. അദ്ദേഹത്തിന്റെ ഷർട്ട് വലിച്ചു കീറി, അദ്ദേഹത്തിനെ തല്ലു കൊടുത്തു. അത് നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അതായത് ഒരു VVIPയുടെ സന്ദർശനം നടക്കുമ്പോഴാണ് ഇതൊരു വലിയ സെക്യൂരിറ്റി ലാപ്സൂടാണ്. ഒരു ഭാഗത്ത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ നേരെ എതിർവശത്തുള്ള കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷൻ, നോർത്ത് ഗേറ്റിന്റെ സൈഡിലുള്ള അവിടെ ഈ 2 പോലീസുകാര് ഇതുപോലെ മറ്റേതോ ഒരു VVIPയുടെ സന്ദർശനമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അന്നത്തെ ദിവസം അവർ തമ്മിലടിച്ചു. 2 സ്റ്റേഷനിലെ പോലീസുകാർ തമ്മിൽ അവിടെ അടിയുണ്ടായി.
ഇങ്ങനെയുള്ള അതിവിചിത്രമായ കാര്യങ്ങളാണ് ഭരണസിരാകേന്ദ്രത്തിൽ അതിന്റെ മൂക്കിന് താഴെ നടക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ തന്നെ ഭരണസ്തംഭനമായിരുന്നു. പല ആൾക്കാർക്കും പല കാര്യങ്ങൾക്കും നഗരത്തിലുള്ള ആൾക്കാർ പലപ്പോഴും സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ അവർക്ക് ഒരു സേവനവും ലഭിച്ചിരുന്നില്ല. ഇതൊന്നും ദൗർഭാഗ്യവശാൽ ഒരു വലിയ ചർച്ചയായിട്ട് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നില്ല. അത് കാരണമാണ് എന്നോട് പലരും സെക്രട്ടേറിയറ്റിലെ സുഹൃത്തുക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്, ഉന്നത തസ്തികകൾ ഇപ്പം ഡെപ്യൂട്ടി സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി എന്നുള്ള പല തസ്തികകളും കഴിഞ്ഞ 6 മാസമായിട്ട് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ലായിരുന്നു. ചിലർ റിട്ടയർ ചെയ്ത് പോയതിനു ശേഷം അവിടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നില്ല. പിന്നെ CPM-ൽ പഴയ കാലത്ത് ഒരു അച്ചടക്കം ഉണ്ടായിരുന്നു. അവരുടെ സംഘടനയിലെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. CPM-ൽ തന്നെ അവരുടെ സർവീസ് സംഘടനകളിൽ തന്നെ പല ഗ്രൂപ്പുകൾ. അപ്പം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ വ്യാപകമായ അസംതൃപ്തി ഉണ്ടായിരുന്നു. നഗരങ്ങളിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവിടെ ഈ പറയുന്ന സർക്കാർ അനുകൂല സംഘടനകളിൽപ്പെട്ട പല ആൾക്കാരും ഇപ്രാവശ്യം സർക്കാരിനെതിരെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ആ വോട്ടിങ്ങിന്റെ എല്ലാം കാരണം ഈ പറയുന്ന ഒരു അച്ചടക്ക ചോദിച്ചോളൂ. അല്ല, പോലീസിന്റെ ഇടയിലുമുണ്ട്. പോലീസിനെ വ്യാപകമായി അച്ചടക്ക രാഹിത്യം വ്യാപകമായ രൂപത്തിൽ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ദുരുപയോഗം ചെയ്തിരുന്നു. എന്നെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ പോലീസ് ആദ്യം കൈകൂപ്പി പറയുന്ന അറിയാം, മുകളിൽ നിന്നുള്ള ഓർഡറാണ്, അവർക്ക് തീരെ താല്പര്യമില്ല. പിന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പം നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്യാണ് അവർ, പോലീസുകാരൊക്കെ. കാരണം അവർക്ക് അത്രയും അസംതൃപ്തിയാണ് ഇങ്ങനെ കള്ളക്കേസ് എടുപ്പിക്കുന്നതിൽ. അപ്പോൾ ഇതെല്ലാ സ്ഥലത്തും വ്യാപകമായ രൂപത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പോലീസിൻ്റെ ഇടയിലും ഇത് വ്യാപകമായിട്ടുണ്ട്. കാരണം അത്രയും വെറുത്തിരിക്കുന്നു അവർ ഈ ഗവൺമെൻറ്റിനെ. കാരണം അത്രയും ദുരുപയോഗമാണ് അവർക്ക് നടന്നിട്ടുള്ളത്. കാരണം മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം പ്രവർത്തിക്കുക, സത്യസന്ധമായി പ്രവർത്തിക്കാൻ പറ്റാതെ വരിക. അവർക്ക് നേരിട്ടറിയാം അത് സത്യമാണെന്ന്, പക്ഷേ അവർക്ക് ചെയ്യേണ്ടി വരുന്നത് മുകളിൽ നിന്നുള്ള ഓർഡർ പ്രകാരം ചെയ്യേണ്ടി വരികയാണ്. നമ്മുടെ സമയം പരിമിതി അവസാനിച്ചിരിക്കുന്നെങ്കിലും ഞാൻ പറയുകയാണ്, എൻ്റെ വിലയിരുത്തൽ തീർച്ചയായിട്ടും ഇതൊരു ഭരണമാറ്റത്തിന്റെ കാറ്റാണ് വീശിയിരിക്കുന്നത്. പലയിടത്തും ഞാൻ കണ്ട കാഴ്ചകൾ, പ്രത്യേകിച്ച് പലയിടത്തും പഴയ കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഇലക്ഷൻ ദിവസം CPM-ന്റെ അണികൾ പല സ്ഥലങ്ങളിലും അവരുടെ ഒരു ശക്തി പ്രകടനം അവർ ഈ ബൂത്തുകളുടെ അടുത്തുണ്ട്. ശക്തി പ്രകടനം എന്ന് ഞാൻ പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചല്ല, അവരുടെ ഒരു സാന്നിധ്യം, അവരുടെ ബാഡ്ജ് ധരിച്ച വോളണ്ടിയർമാർ, അവരുടെ കൊടിതോരണങ്ങൾ, അവരുടെ ബൂത്തുകളിൽ നിറയെ ആൾക്കാർ. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ആ ഒരു കാഴ്ച കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിലയിരുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളം UDF-ന് ആണ് വ്യക്തമായ മുൻതൂക്കം. കേരളത്തിൽ BJP-ക്കും സീറ്റുകൾ ലഭിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ മറ്റൊരു വഴിത്തിരിവായിരിക്കും. ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ CPM-ൽ നിന്നും UDF-ലേക്ക് പോയതായിട്ടാണ് ഞാൻ പലയിടത്തും കാണുന്നത്. അത് ഒരു വലിയ മാറ്റമായിരിക്കും. എങ്ങനെയൊക്കെയാണ് അത് ഭാവിയിൽ കേരള രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്, അത് പിന്നെ ഒരുപക്ഷെ തിരിച്ച് BJP-ക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ ഗുണകരമായിട്ട് ഭാവിയിൽ ഉണ്ടാകുമോ, ഇതൊന്നും ഞാനിപ്പം അങ്ങനെയുള്ള വിശകലനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ CPM-ന് നഷ്ടപ്പെട്ടു. അവരുടെ വോട്ട് കോൺഗ്രസിനായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് എനിക്കുള്ളത്. പലയിടത്തും CPM-ന്റെ അണികൾക്ക്, അല്ലെങ്കിൽ ഇടത് അണികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ആത്മവിശ്വാസം ചോർന്നു പോയതുപോലെ പലയിടത്തും കണ്ടു. ഒരുപക്ഷെ അവർ തന്നെ മടുത്തിട്ടുണ്ടാവാം. വൈകുന്നേരങ്ങളിലോടുകൂടി ഞാൻ ഈ തെക്കൻ ജില്ലകളിൽ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഒക്കെ ജില്ലകളിൽ പലയിടത്തും പല ബൂത്തുകളിലും ഇടതുപക്ഷ പ്രവർത്തകരുടെ നാമമാത്രമായ സാന്നിധ്യമായിട്ട് ചുരുങ്ങി. എന്തായിരുന്നു അതിന്റെ പ്രതിഫലനം ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എങ്കിലും പുറത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് ആരുടെയും മനസ്സിൽ കയറി പരിശോധിക്കാൻ പറ്റില്ല. മലയാളിയാണ്, വളരെ കൗശലക്കാരാണ്. പക്ഷെ പുറത്തെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഭരണത്തിന് എതിരായിട്ടുള്ള പിണറായി 3ാം സർക്കാർ എന്ന് പറയുന്നത് അത് ഒരു യാഥാർത്ഥ്യമാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അപ്പം VD സതീശൻ പറഞ്ഞ 100+ എന്നത് യാഥാർത്ഥ്യമാകും എന്ന് തന്നെ ആണ് നമ്മൾ വിലയിരുത്തുന്നത്. അതെ, അതിന് സാധ്യതയുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. 100-ന് മുകളിൽ പോലും UDF-ന് സീറ്റ് കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഓക്കെ, താങ്ക് യു.